ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അതായത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, നോ കോണ്ടാക്ട്, സെപ്പറേഷനിലൊക്കെ ഇരിക്കുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങളൊരു കോണ്ടാക്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു റീയൂണിയനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്നൊരു കോണ്ടാക്ട് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവുമോ, ഒരു റീയൂണിയൻ പോസിബിൾ ആണോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ കാർഡ് ഓൾറെഡി ഷഫിൾ ചെയ്ത് വച്ചിട്ടുണ്ട്. നമുക്കിതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ സമയം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് ചിന്തിക്കുക, അവരുമായിട്ടുള്ള നല്ല മെമ്മറീസൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 ടൈംസ് മനസ്സിൽ പറയാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ, അവരിൽ നിന്നൊരു കോണ്ടാക്റ്റ് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവുമോ, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്കൊരു കാർഡ് സെലക്ട് ചെയ്യാം, ഇത് നോക്കാം. ഓക്കെ, ഏസ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സൈനാണ് ഈ കാർഡ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പുതിയ തുടക്കം, വിജയം, സത്യങ്ങളുടെ തിരിച്ചറിവ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, മെൻ്റൽ ക്ലാരിറ്റി, ഇതൊക്കെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ ബന്ധത്തിലേക്ക്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതായത് എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളത് അതെല്ലാം മാറി, ആ ഒരു വെല്ലുവിളികളൊക്കെ മാറി ഒരു പുതിയ തുടക്കം, പുതിയ തലത്തിലേക്ക് പോസിറ്റീവായിട്ടൊരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിൽ ഇരിക്കുന്നതിൻ്റെ കാരണം അതെന്ത് തന്നെയാണെങ്കിലും, ഇപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് നാളായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യം ഈ പേഴ്സൺ നിങ്ങളോട് ഹൈഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നുണകളൊക്കെ നിങ്ങളോട് പറയുന്നുണ്ട്, എത്രയൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ഒരു പിടി തരാതെയൊക്കെ നടക്കുവാണ്, എന്തെങ്കിലും അവർ ഒളിച്ചു വെക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സത്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇവരിൽ നിന്നൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അവരെല്ലാം പരസ്പരം നിങ്ങളുമായിട്ടിരുന്ന് പറഞ്ഞു തീർക്കാൻ, പരസ്പരം സംസാരിച്ച് ഒരു ആശയവിനിമയം, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാളെ എന്ത് പ്രശ്നമാണെങ്കിലും അതൊക്കെ പറഞ്ഞു തീർക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനായിട്ട് അവർ ഒരു കോണ്ടാക്ട് നിങ്ങളിലേക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഒരു ഓഗസ്റ്റ് മാസം നമുക്കത് പോസിബിൾ ആണ്, പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ വിജയം, സക്സസ് ഒക്കെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും പോസിറ്റിവിറ്റിയാണ്. നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളിലേക്ക്, ആ ഒരു സത്യം പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അവരൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ വെല്ലുവിളികളും നിങ്ങളുടെ ലൈഫിൽ നിന്ന്, ഈ ഒരു റിലേഷൻഷിപ്പിൽ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും മാറി ഒരു പുതിയ തുടക്കമാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും പോസിറ്റിവിറ്റിയാണ്. നിങ്ങൾ യൂണിവേഴ്സിനോട് എത്രയും വേഗം ഇത് നടന്നു കിട്ടാൻ സ്ട്രോങ് ആയിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ ഒരു മാസമാകട്ടെ, പുതിയ തുടക്കങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജി ക്ലെയിം ചെയ്ത് എടുക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്